കഠിനാധ്വാനത്തിനൊപ്പം നല്ല പരിശ്രമം കൂടി ഉണ്ടായാൽ അസാധ്യമായ ഒന്നുമില്ലെന്ന് തെളിയിച്ചിരിക്കുകയാണ് പാലക്കാട് ലക്കിടി സ്വദേശി സൂര്യ. +2 തുല്യതാ പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ ഏക പഠിതാവാണ് ഈ 25-കാരി. നിലവിൽ മാങ്കുറിശ്ശിയിൽ അസിസ്റ്റന്റ് പോസ്റ്റ് മാസ്റ്ററാണ് സൂര്യ. ഒറ്റപ്പാലം നഗരസഭ തുടർ വിദ്യാഭ്യാസ കേന്ദ്രത്തിലാണ് സൂര്യ പഠിച്ച് പരീക്ഷ എഴുതിയത്. ഹ്യൂമാനിറ്റീസ് ആയിരുന്നു വിഷയം. 2 വർഷം മുൻപ് 10ാം തരവും തുല്യതാ പരീക്ഷയിലൂടെയാണ് വിജയിച്ചത്. 10ാം ക്ലാസ് പരീക്ഷ വിജയിച്ചതിനു പിന്നാലെ പോസ്റ്റ് ഓഫീസ് ജോലിയിൽ പ്രവേശിച്ച സൂര്യ മാങ്കുറിശ്ശിയിൽ അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്ററാണ്. 8ാം ക്ലാസ്സിൽ പഠനം നിർത്തിയ സൂര്യ വിദ്യാഭ്യാസം 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങരുതെന്ന് ആഗ്രഹിച്ച് നെൽകൃഷി, കുട്ടനെയ്ത്ത്, കന്നുകാലി വളർത്തൽ, ഭവന നിർമ്മാണം ഉൾപ്പെടെ അഭ്യസിച്ച് ബദൽ വിദ്യാഭ്യാസ മേഖലയിലേക്ക് തിരിഞ്ഞു. ഔദ്യോഗിക രംഗത്ത് സർട്ടിഫിക്കറ്റ് അനിവാര്യമായി വന്നതോടെയാണ് വീണ്ടും പഠന രംഗത്തേക്ക് തിരിഞ്ഞത്. സ്കൂളിൽ നിന്നുള്ള 4 ചുമരുകൾക്കപ്പുറം നല്ല രീതിക്ക് പഠിക്കുക, കുറച്ചുകൂടെയും സമൂഹത്തിനെ അറിഞ്ഞു അവിടുത്തെ യഥാർത്ഥ കാര്യങ്ങൾ പാഠപുസ്തകത്തിൽ എഴുതി വെച്ചേക്കുന്ന കാര്യങ്ങളല്ലാതെ കുറച്ചുകൂടെയും നമ്മൾ നേരിട്ട് ഇറങ്ങിച്ചെന്ന് പഠിക്കുക എന്നുള്ളതാണ്. അതിലിപ്പോൾ സർട്ടിഫിക്കേഷൻസ് ഇല്ല, കരിക്കുലം ഇല്ല, സിലബസ് ഇല്ല, നമ്മളായിട്ട് തയ്യാറെടുത്തിട്ടുള്ള നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന വഴികളിൽ കൂടെയാണ് പോയത്. അത് കഴിഞ്ഞ് അതുവഴി ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു, ഒരുപാട് മേഖലയിലേക്ക് ചെന്നെത്തി, ഒരുപാട് ജോലി ചെയ്തു. അപ്പോഴാണ് പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം വന്നത്, അക്കാഡമിക്കലി പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം വന്നത്. അങ്ങനെ ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഞാൻ സാക്ഷരതാ മിഷൻ്റെ കീഴിലുള്ള തുല്യതയിൽ 10ാം ക്ലാസ് ജോയിൻ ചെയ്യുന്നത്. ഇന്റീരിയർ ഡിസൈനിങ്, ഗ്രാഫിക് ഡിസൈനിങ്, വീഡിയോ എഡിറ്റിംഗ് തുടങ്ങിയവ സ്വന്തമായി പഠിച്ചാണ് കരിയർ തുടങ്ങിയത്. ദൂരദർശൻ കേന്ദ്രത്തിലടക്കം വീഡിയോ എഡിറ്ററായി ജോലി ചെയ്തു. ഇതിനു പിന്നാലെ ഒറ്റപ്പാലത്തെ ടെക്നിക്കൽ ആൻഡ് സോഫ്റ്റ്വെയർ പരിശീലന കേന്ദ്രത്തിലെ അക്കാദമിക് ഹെഡായും ജോലി ചെയ്തു. കഴിഞ്ഞ ഫെബ്രുവരിയിൽ വിവാഹിതയായ സൂര്യയുടെ ഭർത്താവ് ആഷിഫ് അസ്ലം സിവിൽ എഞ്ചിനീയറാണ്. ബിരുദം കൂടിയെടുത്ത് വിദ്യാഭ്യാസം തുടരണമെന്നാണ് സൂര്യകലയുടെ മോഹം. അങ്ങനെ 12ാം ക്ലാസ് തുല്യതാ പരീക്ഷയിലെ ജില്ലയിലെ ഉയർന്ന മാർക്കുകാരി ഒരുപാട് പേരുടെ സ്വപ്നങ്ങളുമായി ഇപ്പോൾ വീടുകളിൽ കയറിയിറങ്ങുകയാണ്. രാജീവ് സുദേവിനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ്, 24.